ഡെയിലി യൂസ് സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ്. ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസും നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം ആവർത്തിച്ച് ഉറക്കെ പറയുക. ഓക്കെ, ലിസൺ ആൻഡ് റിപ്പീറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം സ്റ്റഡിയിങ്. ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാ, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയാ? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ, സിൻസ് മോർണിംഗ്, എപ്പോൾ മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നിവിടെ പറഞ്ഞപ്പോൾ ടെൻസ് മാറി, പറയുന്ന രീതി മാറി. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. അങ്ങനെയായി. നമ്മളൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഞങ്ങളിവിടെ 10 വർഷം താമസിച്ചു. ഇപ്പോൾ അവിടെ താമസിക്കുന്നൊന്നുമില്ല. വി ലിവ്ഡ് ഹിയർ ഫോർ 10 years. വി ലിവ്ഡ് ഹിയർ ഫോർ 10 years. 10 വർഷം ഞങ്ങളിവിടെ താമസിച്ചു. ഇനി ഞങ്ങളിവിടെ 10 വർഷമായിട്ട് താമസിക്കുകയാണ്. 10 വർഷം മുമ്പ് താമസിക്കാൻ തുടങ്ങി, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. അതായത് പാസ്റ്റ് ടെൻസിൽ, പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന കഴിഞ്ഞുപോയ ഒരു സമയത്ത് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ടെൻസിന് ഒരു പേരുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും അല്ലേ? അതുപോലെ ഇത് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ ING ഫോം ഉണ്ടാവും അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ബീൻ എന്ന് പറഞ്ഞൊരാളും കൂടി അതിലുണ്ടാവും. ഐ ഹാവ് ബീൻ, അത് നമ്മൾ കൺട്രാക്ട് ചെയ്ത് അത്രയും നീട്ടി പറയില്ല. I've been. We have been, we've been. ഈ ബീൻ എന്ന് നീട്ടി പറഞ്ഞാണ് ഞാൻ ശീലിച്ചത്, ഈ ബീൻ. പക്ഷേ ബീൻ എന്ന് അത്ര നീട്ടി പറയണ്ട. അത് നമ്മുടെ പച്ചക്കറി ബീൻസ് ഇല്ലേ, അതിനെയാണ് നീട്ടി ബീൻ എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മളും ഇനി അങ്ങനെ നീട്ടി പറയണ്ട, ബീൻ എന്ന് നീട്ടി പറയണ്ട, ബീൻ അങ്ങനെ മതി. ഒരുപാട് നീട്ടാതെ ഒന്ന് ചുരുക്കി പിടിച്ചോട്ടോ. യു ഹാവ് ബീൻ, you've been. They have been, they've been. She has been, she's been. He has been, he's been. എനിക്ക് ബീൻ ഇച്ചിരി നീണ്ടു പോകുന്നുണ്ട്. സത്യത്തിൽ ഇത്തിരി നീട്ടി പറഞ്ഞാൽ അത് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനാണ്. ഒട്ടും നീട്ടാതെ ബിൻ. നമ്മൾ ഈ പാട്ടയ്ക്കൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ എന്നൊക്കെ പറയും. ആ ബിൻ ആണ് നമ്മൾ ഈ ബീൻ എന്ന് പറയുന്നതിന് അവരുടെ പ്രൊനൗൺസിയേഷൻ ബിൻ എന്നാണ്. അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണത്. അവർ പറയുന്നത് നമ്മൾ നീട്ടി ബീൻ എന്ന് പറയുമ്പോൾ അവർക്ക് അരോചകമായിട്ട് തോന്നുന്നു അത്രേ. ഏതായാലും അത് ആദ്യം കേട്ടപ്പോൾ ഇത്രയ്ക്ക് അരോചകം തോന്നാൻ എന്ത് എന്ന് തോന്നിയിരുന്നു. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ മലയാളികളിൽ തന്നെ സ്റ്റോപ്പ്ഡ്, വർക്ക്ഡ്, വാക്ക്ഡ്, അങ്ങനെ ഇട് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് എന്ന് തോന്നാറുണ്ട്. അതുപോലെ ടുമോറോയ്ക്ക് ടുമാറോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതുപോലെ ആയിരിക്കണം അവർക്കും നമ്മൾ നീട്ടി ബീൻ എന്ന് പറയുമ്പോൾ തോന്നുന്നത്. ഇത്തിരി ഒന്ന് എഫേർട്ട് ഇട്ടാൽ നമുക്കും നീട്ടിയുള്ള ബീനിനെ നമുക്ക് ബിന്നാക്കാൻ പറ്റും. ഇറ്റ് ഹാസ് ബീൻ, ഇറ്റ്സ് ബീൻ. ഇനി നിങ്ങൾ സ്വയം പറയാൻ ശ്രമിക്കണം കേട്ടോ. അവൻ 4 മണി മുതൽ കളിക്കുകയാണ്. He's been playing since 4 o'clock. He's been playing since 4 o'clock. കൃത്യമായിട്ട് എത്ര മണി മുതൽ, എന്ന് മുതൽ എന്ന് പറയുമ്പോൾ സിൻസ് ആണ് കേട്ടോ. 8 മണി മുതൽ രാധ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
വളരെ നീണ്ട ഒരു കത്താണ്. ഇത് പണ്ടത്തെ ഒരു സെൻറ്റൻസ് എനിക്ക് എവിടുന്നോ കിട്ടിയതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ആരും അങ്ങനെ കത്തെഴുതാറില്ലല്ലോ. രാധ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് 8 o'clock. രാധ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ സിൻസ് 8 o'clock. 8 മണി മുതൽ, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എത്ര മണി മുതൽ. അപ്പോൾ സിൻസ്. നീ 10:30 മണി മുതൽ ഇവിടെ ഉണ്ട്. You've been here since 10:30 p.m. You've been here since 10:30. ഈ 10:30 p.m. എന്ന് പറയുമ്പോൾ അത് രാത്രി 10:30 കേട്ടോ. വെളുപ്പിനെ ആയിട്ടും ആൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ PM കൂടി ചേർത്ത് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ you've been here since 10:30. You've been here since 10:30. അത്രയും മതി. അവൻ 3 മണിക്കൂറായിട്ട് തറയിൽ കിടക്കുകയാണ്. He's been lying on the floor for 3 hours. He's been lying on the floor for 3 hours. 3 മണിക്കൂറായി. എത്ര മണി മുതൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 3 മണിക്കൂറായി. അപ്പോൾ for ആണ് ഇവിടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ. He's been lying on the floor for 3 hours. അദ്ദേഹം 15 വർഷത്തിലധികമായി പഠിപ്പിക്കുന്നു. He's been teaching for over 15 years. He's been teaching for over 15 years. He's been teaching for over 15 years. ഞങ്ങൾ 2 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുന്നു. We've been studying English for 2 years. We've been studying English for 2 years. അവൾ 20 മിനിറ്റായിട്ട് ഇവിടെ ഉണ്ട്. എങ്ങനെ പറയും? She's been here for 20 minutes. She's been here for 20 minutes. അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഈ ടെൻസിലെല്ലാം തന്നെ നമ്മൾ 2 പ്രപ്പോസിഷൻസ് കണ്ടു. എത്ര മണി മുതൽ, എന്ന് മുതൽ എന്ന് പറയുമ്പോൾ സിൻസും, ഇത്ര വർഷങ്ങളായി, ഇത്ര മണിക്കൂറുകളായി, ഇത്ര ദിവസങ്ങളായി എന്നൊക്കെ പറയുമ്പോൾ ഫോറും ഇല്ലേ. പക്ഷേ ഈ 2 പ്രപ്പോസിഷനും തീർച്ചയായും ഈ ടെൻസിൽ മാത്രമേ വരുള്ളൂ എന്നില്ല. സിൻസ് പക്ഷേ പെർഫെക്റ്റ് ടെൻസസിലാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഫോർ ഏത് ടെൻസിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് നോക്കാം. ഞാൻ ഒരാഴ്ച അവിടെ തങ്ങും. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ് പറയുന്നത് അല്ലേ. ഐ വിൽ സ്റ്റേ ദെയർ ഫോർ എ വീക്ക്. കണ്ടോ, അവിടെ ഒരു ആഴ്ച എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച പ്രപ്പോസിഷൻ ഫോർ ആണ്. ഐ വിൽ സ്റ്റേ ദെയർ ഫോർ എ വീക്ക്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ടെൻസ് അല്ല. ഓക്കെ, ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അവിടെ ഈ ഫോർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിലേ ഫോർ ഉപയോഗിക്കൂ എന്നില്ല. ഓക്കെ, അവരവിടെ 10 ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്, പാസ്റ്റ് ആണ് പറയുന്നത്. They were there for 10 days. They were there for 10 days. പക്ഷേ പെർഫെക്റ്റ് ടെൻസസിൽ മാത്രമാണ് സിൻസ് ഉപയോഗിക്കാറ്. അവൻ തിങ്കളാഴ്ച മുതൽ ഇവിടെയുണ്ട്. He's been here since Monday. He's been here since Monday. അതുപോലെ ഈ ടെൻസിൽ ഉപയോഗിക്കുന്ന 2 ടേംസ് ആണ് റീസെൻ്റ്ലി, ലേറ്റ്ലി. ഈയിടെയായിട്ട്, അടുത്ത കാലത്തായിട്ട് എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന ഈ 2 വാക്കുകൾ ഈ ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഈയിടെയായി ഒരുപാട് കോഫി കുടിക്കുന്നു. അപ്പോൾ കുറച്ച് നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I've been drinking a lot of coffee lately. I've been drinking a lot of coffee lately. അവൾ ഈ അടുത്ത കാലത്തായിട്ട് വല്ലാതെ ക്ഷീണിതയായിട്ട് തോന്നുന്നു. She's been feeling tired lately. She's been feeling tired lately. ഞങ്ങൾ ഈയിടെയായിട്ട് ഒരുപാട് ചിക്കൻ കഴിക്കുന്നു. കുറച്ച് നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്. We've been eating a lot of chicken lately. We've been eating a lot of chicken lately. ഞാൻ ഈയിടെയായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല.
അപ്പോൾ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഐ ഹവ് നോട്ട് ബീൻ എക്സസൈസിങ് ലേറ്റ്ലി. ഐ ഹവ് നോട്ട് ബീൻ എക്സസൈസിങ് ലേറ്റ്ലി. അവൻ ഈയിടെയായിട്ട് ഒരുപാട് നോൺ വെജ് കഴിക്കുന്നു. നോൺ വെജ് എന്ന് പറയുന്നത് മാംസ ആഹാരം കൂടെ ഉൾപ്പെടുത്തി കഴിക്കുന്നവരെയാണ് നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത്. He has been eating a lot of non-veg lately. He has been eating a lot of non-veg lately. അദ്ദേഹം നിരവധി വർഷങ്ങളായി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നു. He has been teaching in this school for several years. He has been teaching in this school for several years. ഞാൻ ഈയിടെയായി ഒരുപാട് വായിക്കുന്നുണ്ട്. I have been reading a lot lately. I have been reading a lot lately. നീ ഇവിടെ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണല്ലേ. ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാ? How long have you been waiting here? How long have you been waiting here? ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നിന്റെ കോൾ വന്നത്. I have been waiting for your call. I have been waiting for your call. I have been waiting for your call. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കാരണം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കാറുണ്ട്. നോക്കാം. ഞാൻ എൻ്റെ ടെസ്റ്റിന് വേണ്ടി തയ്യാറാണ്, കാരണം ഞാൻ രാവിലെ മുതൽ പഠിക്കുകയാണ്. ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. I am ready to take my test because I've been studying since morning. I am ready to take my test because I've been studying since morning. രാവിലെ മുതൽ, since morning. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, കാരണം ഞാൻ ദിവസം മുഴുവൻ പണിയെടുക്കുകയായിരുന്നു. ഐ എം ഫീലിംഗ് എക്സോസ്റ്റഡ്. വളരെ ക്ഷീണം തോന്നുമ്പോൾ ഉപയോഗിക്കുന്ന ഐ എം ഫീലിംഗ് ടയേർഡ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ക്ഷീണം തോന്നുമ്പോൾ പറയുന്നതാണ് ഐ എം ഫീലിംഗ് എക്സോസ്റ്റഡ് ബിക്കോസ് ഐ ഹവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ഐ എം ഫീലിംഗ് എക്സോസ്റ്റഡ് ബിക്കോസ് ഐ ഹവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. എനിക്കൊരു ബ്രേക്ക് വേണം, കാരണം ഞാൻ ആഴ്ച മുഴുവൻ പഠിക്കുകയായിരുന്നു. I need a break because I've been studying for my exams all week. അവന് ശ്വാസം കിട്ടുന്നില്ല, കാരണം കഴിഞ്ഞ 30 മിനിറ്റായിട്ട്, കഴിഞ്ഞ അരമണിക്കൂറായിട്ട് അവൻ ഓടുകയായിരുന്നു. ഇപ്പം അങ്ങോട്ട് നിർത്തിയതേ ഉള്ളൂ, അവന് ശ്വാസം കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം നിർത്തിയതേ ഉള്ളൂ, അതിന് തൊട്ട് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ഈ ടെൻസ് ഉപയോഗിച്ചാണ് പറയാം. He is out of breath because he's been running for the last 30 minutes. He is out of breath because he's been running for the last 30 minutes. ഞാൻ 2009 മുതൽ ഈ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഈസി ആയിട്ട് പറയാമല്ലോ അല്ലേ. I've been living in this flat since 2009. I've been living in this flat since 2009. 9 അല്ല, ഓക്കെ. ഒരു മണിക്കൂറായിട്ട് മഴ പെയ്യാണ്, ഇപ്പോഴും പെയ്യാണ്. It's been raining for an hour. It's been raining for an hour. It's been raining for an hour. അവർ 4 മണിക്കൂറായിട്ട് ജോലി ചെയ്യാണ്. They've been working for 4 hours. They've been working for 4 hours. ഞാൻ വീട്ടിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. I've been working from home. I've been working from home. അവക്ക് ചൊവ്വാഴ്ച മുതൽ സുഖമില്ല. She's been ill since Tuesday. She's been ill since Tuesday. ഈയിടെയായിട്ട് നീ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? Have you been exercising lately? Have you been exercising lately?
അവൾ 20 മിനിറ്റായിട്ട് ഫോണിലാണ്. She's been on the phone for 20 minutes. She's been on the phone for 20 minutes. ഞാൻ 2015 മുതൽ ഈ ടൗണിലുണ്ട്. I've been in this town since 2015. I've been in this town since 2015. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു. I'm sleepy. I've been studying since morning. I'm sleepy. I've been studying since morning. ഇപ്പോൾ 1 മാസമായിട്ട് ഞാൻ ഈ ബുക്ക് വായിക്കുകയാണ്. I've been reading this book for a month now. I've been reading this book for a month now. അവൻ ഈ അടുത്തിടെയായിട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. He's been studying hard recently. He's been studying hard recently. അവൾ ഈ അടുത്തിടെയായിട്ട് ഫോണിൽ ഒരുപാട് സമയം കളയുന്നുണ്ട്, ഒരുപാട് സമയം ചെലവാക്കുന്നുണ്ട്. She's been spending too much time on her phone lately. She is spending too much time on her phone lately. അവൾ ഈയിടെയായിട്ട് ഞങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, കൂടെ കൂടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെയായിട്ട് തുടങ്ങിയതാ ഈ പരിപാടി. She's been visiting us recently. She's been visiting us recently. റാം സ്കൂൾ വിട്ടപ്പോൾ മുതൽ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. Ram has been living in Bangalore since he left school. Ram has been living in Bangalore since he left school. നീ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അതായത് നമ്മൾ ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സിഗരറ്റിൻ്റെ മണം, അപ്പോൾ നീ ഇവിടെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇപ്പോൾ ആ മണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. Have you been smoking? Have you been smoking? Have you been smoking? അവളുടെ ഡിവോഴ്സ് മുതൽ അവൾ അവളുടെ അമ്മയുടെ കൂടെ താമസിക്കുന്നത്. She's been staying with her mother since her divorce. She's been staying with her mother since her divorce. 2 മാസമായിട്ട് ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഓഫീസിൽ പോയിട്ടില്ല. I haven't been going to office for the last 10 days. I haven't been going to office for the last 10 days. ഞാൻ കുറച്ച് നേരമായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. I've been watching this program for a while. I've been watching this program for a while. ഞാൻ കുറേ നേരമായിട്ട് അല്ലെങ്കിൽ ഞാൻ കുറേ കാലമായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. I've been watching this program for a long time. I've been watching this program for a long time. അവൻ കുറേ കാലമായിട്ട് ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാണ്. He's been working on this project for a long time. He's been working on this project for a long time. അവൻ രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്യായിരുന്നു. അതായത് ഇതുവരെ അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും നമുക്ക് ഈ ടെൻസ് തന്നെ ഉപയോഗിച്ച് പറയാം. He's been driving all night. He's been driving all night. നായ രാത്രി മുഴുവൻ കുരയായിരുന്നു. ഇപ്പം കുരയ്ക്കുന്നില്ല, ഇപ്പം അങ്ങോട്ട് നിർത്തിയതേ ഉള്ളൂ. രാത്രി മുഴുവൻ കുരയായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. The dog has been barking all night. The dog has been barking all night. ഈ എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ കോൾ വന്നത്. I have been waiting for your call. I have been waiting for your call.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. That's all for today. Thanks for watching. Keep learning English. Keep practicing English. Please like, comment, and subscribe to my channel for more videos. Thank you.